കാട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഭഗവാൻ മുരുകന് വള്ളി എന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വേടന്റെ വേഷം ധരിച്ച് മുരുകൻ വള്ളിയുടെ അടുത്ത് ചെന്നു പറഞ്ഞു, സുന്ദരിയെ, ഞാനൊരു മഹാവീരനാ. എന്നെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? വള്ളി ഭയന്നു വിറച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഭഗവാൻ മുരുകന് മാത്രമേ വിവാഹം കഴിക്കൂ. മറ്റാരെയും വിവാഹം ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. എങ്കിലും വേടന്റെ വേഷത്തിൽ നിന്നിരുന്ന ഭഗവാൻ തന്റെ പ്രേമം വീണ്ടും വീണ്ടും വള്ളിയോട് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ആ സമയം വള്ളിയുടെ സഹോദരൻ അവിടെ എത്തി. ഉടൻ ഭഗവാൻ തന്റെ ദിവ്യശക്തി കൊണ്ട് ഒരു വൃക്ഷമായി മാറി അവിടെ നിന്നു. വള്ളി, ആരോടാണ് നീ സംസാരിച്ചു കൊണ്ടിരുന്നത്? ഇവിടെ ആരായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് സഹോദരൻ ചോദിച്ചു. ആരുമില്ല സഹോദര എന്ന് വള്ളി പറഞ്ഞു. എന്നാൽ ഈ മരം ഇതു മുമ്പ് ഇവിടെ ഇല്ലായിരുന്നല്ലോ. പിന്നെ ഈ മരം പുതുതായി എങ്ങനെ ഇവിടെ വന്നു എന്ന് വള്ളിയുടെ സഹോദരൻ സംശയത്തോടെ ചോദിച്ചു. എനിക്കറിയില്ല എന്ന് വള്ളി മറുപടി പറഞ്ഞു. ഉടനെ വള്ളിയുടെ സഹോദരൻ കോടാലി എടുത്ത് മരം വെട്ടാൻ പോയി. ഇതെല്ലാം കണ്ട മുരുകന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. എന്നാൽ സ്വർഗത്തിൽ നിന്ന് എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഗണപതി ഭഗവാൻ തന്റെ സഹോദരനെ രക്ഷിക്കാൻ ഒരു ബാലകനായി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയ്യോ, എന്തിനാണ് ഈ മരം വെട്ടുന്നത്? ഇതും ജീവനുള്ളതല്ലേ എന്ന് ബാലകൻ നിഷ്കളങ്കമായി ചോദിച്ചു. ബാലകന്റെ ആ വാക്കുകൾ കേട്ട് വള്ളിയുടെ സഹോദരൻ തെറ്റ് മനസ്സിലാക്കി പറഞ്ഞു, ശരിയാണ് കുട്ടി, എന്നോട് ക്ഷമിക്കൂ. അങ്ങനെ അദ്ദേഹം കോടാലി താഴെയിട്ട് വള്ളിയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴാണ് മുരുകൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട്, സഹോദര, നിങ്ങൾ ചെയ്ത സഹായത്തിന് വളരെ നന്ദി എന്ന് ഗണപതി ഭഗവാനോട് പറഞ്ഞു. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം എല്ലാ ബന്ധങ്ങളെക്കാളും ശക്തമാണ്. നിങ്ങൾക്ക് ഗണപതിയെയും മുരുകനെയും ഇഷ്ടമാണെങ്കിൽ കമന്റിൽ പറയൂ. ഓം ഗണേശായ നമഃ. ഓം മുരുകായ നമഃ.